പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ CPM BJP ഡീൽ ആരോപണത്തിന് ചുട്ട മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 ഫെബ്രുവരിയിൽ പറവൂർ മനക്കപ്പടി സ്കൂളിൽ RSS സംഘടിപ്പിച്ച ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പോസ്റ്റ്. 2001ലെയും 2006ലെയും തിരഞ്ഞെടുപ്പുകളിൽ സതീശൻ RSS പിന്തുണ തേടിയെന്നും പോസ്റ്റിൽ പറയുന്നു. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ തന്നെ പറഞ്ഞ കാര്യമാണിതെന്നും 2006ലെ പറവൂർ ഡീല് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 2006ലെ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ വി.ഡി. സതീശന്റെ മറുപടി എന്താണെന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. 2006ൽ പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കണം. ഈ പരിപാടിയെപ്പറ്റി ചോദിക്കുമ്പോൾ 2013ലെ മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്ഥിരമായി രക്ഷപ്പെടുകയാണ് അദ്ദേഹം. 2006ലെ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ വി.ഡി. സതീശന്റെ മറുപടി എന്തെന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. RSSന്റെ രണ്ടാം സർസംഘചലകും ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നയാളുമായ ഗോൾവാൾക്കറെ പൂവിട്ട് പൂജിക്കാൻ വി.ഡി. സതീശൻ കണ്ടെത്തിയ സമയവും പ്രധാനമാണ്. 2006 ഫെബ്രുവരിയിലായിരുന്നു പറവൂർ മനക്കപ്പടി സ്കൂളിൽ പ്രസ്തുത പരിപാടി നടന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ്. 2001ലെയും 2006ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് 2022ലാണ്. ഈ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ഇതുവരെയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കർ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. 2006ൽ പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് വി.ഡി. സതീശനും തൊട്ടു പിന്നാലെ രംഗത്തെത്തിയിരുന്നു. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് പങ്കില്ല എന്നുമുള്ള പിണറായി വിജയന്റെ പ്രസ്താവനകൾ ചരിത്രമറിയാവുന്ന കേരള ജനത തള്ളിക്കളയുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ലക്ഷണമൊത്ത ഒരു RSS ഏജന്റാണെന്നും അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനേക്കാൾ ചിത്രങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. 1977ൽ RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA പിണറായി വിജയനാണ്, അല്ലാതെ വി.ഡി. സതീശനല്ല. അന്ന് ഉദമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ RSS നേതാവ് KJ മാരാർ. അതേ KJ മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നതും മറക്കരുത് എന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണി വക്താക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളും തുറന്നു കാട്ടലുകളും ഇനിയും തുടരും. ജനങ്ങൾ ആരെ വിശ്വസിക്കും, ആർക്കൊപ്പം നിൽക്കുമെന്നൊക്കെ ഇനി തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം.